നമ്മൾ നോക്കാൻ പോകുന്നത് ഇ പാസ് എങ്ങനെ ഓൺലൈനായി എടുക്കാമെന്നാണ്. ഇപ്പോൾ നമുക്ക് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഇ പാസ് നിർബന്ധമാണ്. അത് എങ്ങനെ ഓൺലൈനായിട്ട് എടുക്കാമെന്നതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കേരള സർക്കാരിൻ്റെ ഇ പാസ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത ശേഷം ഇങ്ങനെ ഒരു സൈറ്റ് കിട്ടുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്നും എടുക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെ ഇ പാസ് എടുക്കാമെന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇതിൽ നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ ഇൻ COVID-19 ജാഗ്രത എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതോടനുബന്ധിച്ച് വരുന്ന പുതിയ സൈറ്റിൽ പുതിയ പേജിൽ നമ്മളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തു കൊടുക്കും. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത ശേഷം വെരിഫൈ എന്ന് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പോപ്പപ്പ് കാണാം. അതിൽ അവിടെ കാണുന്ന ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP സെൻഡ് ആവുന്നതാണ്. ആ OTP എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം വെരിഫൈ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ID നമ്പർ. നിങ്ങളെ ഏതെങ്കിലും ഐഡൻറ്റി നമ്പർ എൻ്റർ ചെയ്യുക. ആധാർ കാർഡോ പാൻ കാർഡോ ഏതെങ്കിലും ID ഉണ്ടെങ്കിൽ അതെല്ലാം. ഇത് ഫ്രം അഡ്രസ്സ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ടു അഡ്രസ് ഇവിടെ എൻ്റർ ചെയ്തു. പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ എൻ്റർ കൊടുക്കാം. അത് നിർബന്ധമൊന്നുമില്ല, എന്നുണ്ടെങ്കിൽ മാത്രം കൊടുക്കാം. പിന്നെ നിങ്ങളുടെ ഡിസ്ട്രിക്ട്, ലൊക്കാലിറ്റി, വാർഡ്, നിങ്ങൾ ഏത് രീതിയിലാണ് ഇങ്ങോട്ട് വരുന്നത്, ഫ്ലൈറ്റിലാണോ ട്രെയിനിലാണോ ബസ്സിലാണോ, അത് ഏതാ അതിൽ എൻ്റർ ചെയ്തു. ഇപ്പോൾ ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ സീറ്റ് നമ്പർ ചോദിക്കും. സീറ്റ് നമ്പർ കൊടുക്കുക. എന്തിനാണ് നിങ്ങൾ കേരളത്തിലോട്ട് വരുന്നത്, അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ അത് കൊടുക്കുക. അതിൽ റീസൺ കുറേ ഉണ്ടാവും. അത് ഏതാ വെച്ചാൽ നിങ്ങളുടെ അനുയോജ്യമായ റീസൺ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് കോവിഡ് സംബന്ധമായ ഹെൽത്ത് ഇഷ്യൂ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടെങ്കിൽ ഉണ്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇല്ല കൊടുക്കുക. അത് നിങ്ങൾ അനുയോജ്യമായ തരത്തിൽ തിരഞ്ഞെടുക്കുക. പിന്നീട് നിങ്ങളുടെ ബോർഡിംഗ് ഡേറ്റാണ്, ടിക്കറ്റ് എടുത്ത സമയം, ഡേറ്റ്, അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എവിടെ നിന്നാണ് എയർപോർട്ട് ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഏത് ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വരുന്നത് വെച്ചാൽ ഏത് സ്റ്റേറ്റിൽ നിന്നാണ് വരുന്നത് വെച്ചാൽ ആ സ്റ്റേറ്റിനെ തിരഞ്ഞെടുക്കുക. പിന്നീട് നിങ്ങൾ ഫ്ലൈറ്റ് കമ്പനി സെലക്ട് ചെയ്യുക. ഏതാണോ നിങ്ങൾ ഏത് ഫ്ലൈറ്റിലാണ് വരുന്നത് വെച്ചാൽ ആ ഫ്ലൈറ്റ് നമ്പർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫ്ലൈറ്റിൻ്റെ നമ്പർ വരുന്നതായിരിക്കും. തുടർന്ന് നിങ്ങൾ ആ ഫ്ലൈറ്റ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് മെമ്പറിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ കൂടെ വരുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഒരു പേരും ബാക്കി ഡീറ്റെയിൽസ് മുകളിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാം എൻ്റർ ചെയ്ത ശേഷം ഓക്കെ കൊടുത്ത ശേഷം ഇവിടെ നിങ്ങൾ എവിടെ നിന്നാണോ വരുന്നത് സ്റ്റേറ്റ്, ആ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. ഫ്രം ആണ്.
ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക. അവിടുത്തെ സിറ്റി ഏതാണോ അത് സെലക്ട് ചെയ്യുക. എയർപോർട്ട്, അതായത് നമ്മളിവിടെ കേരളത്തിലോട്ട് വരികയാണ്, കേരളത്തിൽ ഏത് എയർപോർട്ടാണോ ആ എയർപോർട്ട് ഡേറ്റ് എപ്പോഴാണെന്ന് വെച്ചാൽ ആ എയർപോർട്ട് ഡേറ്റ് എൻ്റർ ചെയ്യുക. ഇവിടെ സെലക്ട് എയർപോർട്ട് സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് എങ്ങനെയാണ് വീട്ടിലേക്ക് വരുന്നത്, കാറിലാണോ ടാക്സിക്കാണോ അതാണെന്ന് വെച്ചാൽ അത് വണ്ടിയുടെ നമ്പറും ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ അത്രയും കൊടുത്ത ശേഷം സേവ് ആൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഒരു ID ജനറേറ്റായി വരുന്നതായിരിക്കും. അത് നിങ്ങളുടെ മൊബൈൽ നമ്പറിലോട്ടും വരുന്നതായിരിക്കും. ആ ID വെച്ച് പിന്നെ തിരിച്ച് നമ്മൾ മെനുവിലോട്ട് പോയി അതിൽ ട്രാക്ക് ആപ്ലിക്കേഷനിൽ ട്രാക്ക് യുവർ ആപ്ലിക്കേഷൻ എൻ്റർ ചെയ്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പർ ഈ ക്യാപ്ച എൻ്റർ ചെയ്ത ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ OTP വരുന്നതായിരിക്കും. ആ OTP എൻ്റർ ചെയ്ത ശേഷം നിങ്ങൾക്ക് കിട്ടിയ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ നിങ്ങളുടെ അപ്രൂവായ ഇ-പാസ് ഡൗൺലോഡായി വന്നിരിക്കുന്നത് കാണാം. ഡൗൺലോഡായ ഇ-പാസ് പ്രിൻ്റ് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.